എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. നമ്മൾ ഓരോ ആഴ്ചകളിലായിട്ട് കേരള PSC വിളിക്കാൻ പോകുന്ന 2025, 2026 കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന പരീക്ഷകളും നോട്ടിഫിക്കേഷനും ഒക്കെ ഉള്ള സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 3-4 തസ്തികകൾ ഓൾറെഡി നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ പോകുന്നത് +2 പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഉപകാരപ്പെടുന്ന നല്ലൊരു ജോലി അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കേരള PSC കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ +2 യോഗ്യതയുള്ള ആളുകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, എന്താണ് ജോലിയുടെ സാധ്യത, എത്ര മാർക്കാണ് വാങ്ങിക്കേണ്ടത്, ഏതൊക്കെ ഘട്ടങ്ങൾ പൂർത്തിയായിട്ടാണ് നമുക്ക് ആ ഒരു ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്നത്, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയോടുകൂടി അത് എല്ലാം ക്ലിയർ ആവാൻ പോവാണ്. അപ്പോൾ ഇവിടെ മക്കളെ, നമ്മുടെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയുണ്ടല്ലോ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നമ്മുടെ ജോലി എവിടെയാണ്? വനത്തിലാണല്ലേ. നമ്മുടെ റേഞ്ച് ഫോറസ്റ്റ് ഏതാണോ അവിടെയായിരിക്കും നമുക്ക് നിയമനം കിട്ടുന്നത്. അപ്പോൾ സാധാരണഗതിയിലെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുവാനും കാടിനെ ഒരുപാട് പേര് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ജോലിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടൊരു കാര്യം പറയാം. നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് പരാജയങ്ങൾ സ്വാഭാവികമായിട്ട് ഏറ്റുവാങ്ങാറുണ്ട്. ഈ പരാജയങ്ങളെല്ലാം നാളെയുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഓരോ പരീക്ഷകളിൽ നിന്നും കിട്ടുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. കാരണം നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ ജോലിയാണ്. അപ്പോൾ സർക്കാർ ജോലിയിലേക്ക് എത്തുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഒരു യാത്രയിലെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒരുപാട് പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങാറുണ്ട്. അപ്പോ ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇത്തരം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്, പഠിച്ചിട്ട് കാര്യമില്ല, അപ്പൊ അതുകൊണ്ട് പഠിക്കുകയൊന്നും വേണ്ട, നിയമനമൊന്നും കിട്ടത്തില്ല എന്നൊക്കെ 100 നാവുകള് നിങ്ങളെ പിറകോട്ട് വലിക്കുവാനുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇച്ഛാശക്തി മാത്രമേ നിങ്ങളെ മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എടാ വെറുതെയാണ്, പഠിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ടാവും. അപ്പൊ നിങ്ങൾ എപ്പോഴും സജഷൻ ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശയം വരുമോ? അതായത് ഞാൻ കുറച്ചു നാളായിട്ട് PSC പഠിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ എനിക്ക് ഭേദപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ കുഴപ്പമായിരിക്കുമല്ലോ. കാരണം സാധാരണഗതിയിലെ ഒരു 1.5 വർഷം കൊണ്ട് ഒരു ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റിന്റെ നല്ലൊരു സേഫ് സോണിലേക്ക് എത്തേണ്ടതാണ്. നിങ്ങളൊരു 1.5 വർഷമായിട്ട് നിങ്ങൾ ഒരു സേഫ് സോണിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും അഡ്വൈസ് തേടേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്വൈസ് തേടേണ്ടത് ഒരിക്കലും PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും അഡ്വൈസ് തേടരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ PSC പഠിപ്പിക്കുന്ന അധ്യാപകരോട് നേരിട്ട് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിലവിലെ സർവീസിൽ കയറിയിരിക്കുന്ന ഉദ്യോഗസ്ഥരോട്, അവര് നേരത്തെ ഉദ്യോഗാർത്ഥികളായിരുന്നു, ഇപ്പൊ അവർ ഉദ്യോഗസ്ഥരായിട്ട് മാറി. നാളെയും നമ്മൾ എന്ത് ചെയ്യും? നാളെയും നമ്മൾ ഈ ഉദ്യോഗാർത്ഥി എന്ന് പറയുന്ന ഇതിൽ നിന്നും ഉദ്യോഗസ്ഥരിലേക്ക് നമ്മളും മാറും. അപ്പോ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിലെ ഒരു ആശയക്കുഴപ്പം വന്നു കഴിഞ്ഞാല് നിങ്ങൾ എപ്പോഴും ആരോടാണ് ചോദിക്കുന്നത്? അഡ്വൈസ് ചെയ്യേണ്ട ആരോടാണ്? സർവീസിൽ കയറിയ ഉദ്യോഗസ്ഥരോട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ അവരോട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ചോദിക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയും, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വെറുതെയാണ്, പഠിച്ചിട്ട് കാര്യമില്ല, ഞാൻ കുറെ നാളായിട്ട് പഠിക്കുവാണ്, എനിക്ക് വരെ ജോലി ആയിട്ടില്ല, അങ്ങനെ നമ്മളെ പിറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്തരം വാക്കുകൾക്ക് ഒരു പ്രസക്തിയും കൊടുക്കാൻ പാടില്ല. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. നാളെയുടെ പുലരികൾ
സർക്കാർ ജോലിയുടെ നിഴലിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക്, എന്തായാലും നമ്മൾ തീരുമാനം എടുത്തതാണ്, എന്തായാലും നമ്മൾ സർക്കാർ ജോലി നേടിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ ഒരു തീരുമാനമാണ്. അപ്പൊ എന്തായാലും അതിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം എന്നാണല്ലോ. അപ്പൊ അതിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ ശക്തിയോടുകൂടി ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുവാൻ പോകുന്നതാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം തസ്തികയാണ്. സാധാരണ യൂണിഫോം തസ്തിക പോലെ അല്ല. ഇപ്പൊ നിങ്ങൾ പോലീസിന്റെ പരീക്ഷ എഴുതുന്നു, അല്ലെങ്കിൽ എക്സൈസിന്റെ പരീക്ഷ എഴുതുന്നു, അല്ലെങ്കിൽ ഫയർ പരീക്ഷകൾ എഴുതുന്നു. ഇവിടെയൊക്കെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണ്. പക്ഷേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. 3 വർഷം കൊണ്ടാണ് ആ റാങ്ക് ലിസ്റ്റിനകത്ത് പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുത്തുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് പോകുന്നത്. അതായത് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് നോട്ടിഫിക്കേഷൻ വരാം, എത്രത്തോളം അഡ്വൈസുകളാണ് ഇപ്പോൾ പോയിരിക്കുന്നത്, അതേപോലെ തന്നെ സാലറി എങ്ങനെയാണ്, എക്സാമിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, സിലബസ് എങ്ങനെയാണ് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാൻ പോവാം. അപ്പോൾ നമുക്കിതിനു മുമ്പ് 2022 അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. 2022 നോട്ടിഫിക്കേഷൻ വന്നിട്ട്, അതായത് മാർച്ച് മാസത്തിന്റെ അവസാനമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. 2022 നോട്ടിഫിക്കേഷൻ വന്ന് ആ 2022 മുതൽ 2023, 2022, 2023 കാലഘട്ടങ്ങള് അതിന്റെ പരീക്ഷയും ഫിസിക്കലും എൻഡ്യൂറൻസും എല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് എന്നാണ്? റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 അവസാനമാണ്. അതായത് കഴിഞ്ഞ വർഷം ഏറ്റവും അവസാനമാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പൊ 2024 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2027 ഡിസംബർ 10 ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. നമ്മൾ പറയുന്നത് പല ജില്ലാതല നിയമനമാണിത്. അപ്പൊ ജില്ലാതല നിയമനമായതുകൊണ്ട് ഓരോ ജില്ലയിലും റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നതിനകത്ത് ചെറിയ ഏറ്റക്കുറവൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഡിസംബർ 11 മുതൽ ഡിസംബർ 30 വരെയാണ് വിവിധ ജില്ലകളിലെ 13 ജില്ലകളിൽ ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നിയമനം നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ റിസർവ് ഫോറസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് ആലപ്പുഴ ജില്ലയിൽ നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയില്ല, അവിടെ നിയമനമില്ല. ബാക്കിയുള്ള 13 ജില്ലകളിലാണ് നിയമനം നടക്കുന്നത്. ഡിസംബർ 11 മുതൽ ഡിസംബർ 30 ഓരോ ജില്ലകളിലായിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024. അപ്പോൾ 2027 ഡിസംബർ മാസം 10 പുതിയ റാങ്ക് ലിസ്റ്റ്, ആ നിലവിലെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചുകൊണ്ട് 2027 ഡിസംബർ 11 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പോൾ ഞാൻ ഈ പറയാൻ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഈ 2024 അവസാനമല്ലേ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നത്? 2025 പകുതിയല്ലേ ആയുള്ളൂ, ഇതിപ്പോ 7-ാം മാസം അല്ലേ ആയുള്ളൂ, അപ്പൊ 6 മാസമല്ലേ ആയുള്ളൂ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അതെ 6 മാസം മാത്രമേ ആയുള്ളൂ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ഇനിയും 1.5 വർഷം ഉണ്ട്, അംഗീകരിച്ചു. പക്ഷേ മക്കളെ, ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. പോലീസിന്റെ റാങ്ക് ലിസ്റ്റ് പോലല്ല. ഇതിലെ ആദ്യം നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒരു റിട്ടൺ എക്സാം ആണ്. ആ റിട്ടൺ എക്സാം എഴുതി ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ, പ്രിലിംസും മെയിൻസും ഒന്നുമില്ല. ഒരു പരീക്ഷ നിങ്ങൾ എഴുതി മാറി അതിനകത്തുനിന്ന് നിശ്ചിത മാർക്കുള്ള ഉദ്യോഗാർത്ഥികളെ ഇവര് ഫിസിക്കൽ മെഷർമെന്റിലേക്ക് വിളിക്കും. നിങ്ങളുടെ ശാരീരിക യോഗ്യത, നിങ്ങൾക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ട്, ഹൈറ്റും വെയിറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റ് അളവും മെഷർ ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഫിസിക്കലിലേക്ക് പോകും. ഫിസിക്കലല്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. 8 എണ്ണത്തിൽ 5 എണ്ണം അടിക്കണം ആൺകുട്ടികൾക്ക്, പെൺകുട്ടികളാണെങ്കിൽ 9-ൽ 5 എണ്ണം അടിക്കണം. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അങ്ങനെ നിങ്ങൾ ആ ഒരു റിട്ടൺ എക്സാം എഴുതി പാസ്സായി, ഫിസിക്കൽ മെഷർമെന്റും ക്ലിയർ ചെയ്ത്, അതേപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന
ഫിസിക്കൽ ടെസ്റ്റും കംപ്ലീറ്റ് ആയെന്ന് കരുതുക. 8 എണ്ണത്തിൽ 5 എണ്ണം അടിച്ചു. അതിനുശേഷം നിങ്ങൾക്കൊരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്, ഒരു ഓട്ടം ഉണ്ട്, ഇത്ര കിലോമീറ്റർ ഓടണം ഇത്ര മിനിറ്റ് കൊണ്ട്. അതും കഴിയുമ്പോൾ ആണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മുടെ പേര് വരുന്നത്. സോ ഒരു വലിയൊരു പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ പോയാലും ഒരു 1.5 വർഷം ഈ വിവിധ ജില്ലകളിലെ ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, മക്കളെ, നമുക്ക് 2027 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരണമെങ്കിൽ ഇത്രയും പ്രൊസീജിയറുകൾ കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ഈ വർഷം അവസാനം 2025 അവസാനത്തോടുകൂടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ തീർത്തും പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ഇനി എല്ലാവർക്കും അറിയാം, ആലപ്പുഴ ജില്ലയിൽ നിയമനമില്ല. ബാക്കിയുള്ള 13 ജില്ലകളിലാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നിയമനം നടക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് +2 യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി. +2 യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ട്, ഒരു 19 വയസ്സ് പൂർത്തിയായ ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം 19 വയസ്സുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും +2 പാസ്സായുള്ള ഒരു വ്യക്തിക്ക് 30 വയസ്സ് വരെയാണ് മാക്സിമം ഏജ് വരുന്നത്. അതിനകത്ത് വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. ഇനി ഈ വർഷം നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ, വരുമെന്നാണ് ഞാൻ തീർത്തും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വയസ്സ് വരുന്നത് സാധാരണ 18 ആണല്ലോ, ഇവിടെ 19 ആണേ. 19 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 19 മുതൽ 30 വയസ്സ് വരെ. അതായത് 2/1/1995 മുതൽ 1/1/2006 ഈ 2 ഡേറ്റ് ഉൾപ്പെടെ, അതുകൊണ്ടാണ് ഞാൻ മുതൽ വരെ പറഞ്ഞത്. 2/1/1995 മുതൽ 1/1/2006 വരെ ആ ഒരു ഗ്യാപ്പിനകത്ത് ജനിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷ അടുത്തത് എഴുതുവാൻ സാധിക്കും. പിന്നെ സ്കെയിൽ വരുന്നത് പുതിയ സ്കെയിലാണ്. 27,900 മുതൽ 63,700. നിങ്ങൾക്ക് എന്ത് കൈ കിട്ടുന്നല്ലേ നിങ്ങളുടെ ചിന്ത. നിങ്ങളുടെ കയ്യിലേക്ക് എങ്ങനെ പോയാലും ഒരു 32,000 രൂപ തുടക്കത്തിലെ ശമ്പളമായിട്ട് കിട്ടും കേട്ടോ. അത് 34ഒക്കെയാണ് ഗ്രോസ് നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ. എങ്ങനെ പോയാലും ഒരു 32,000 രൂപയെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് സാലറി ആയിട്ട് വരും. സോ അതുകൊണ്ട് വലിയ ഒരു സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷ. അതായത് +2 യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോലീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റുന്ന മറ്റൊരു പരീക്ഷയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. അതേപോലെ നമ്മുടെ എക്സൈസിലേക്കുള്ള പരീക്ഷ, എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ, അതേപോലെ തന്നെ നമ്മുടെ ഫയർമാൻ എന്ന് പറയുന്ന പരീക്ഷ. ഈ 4 എണ്ണമാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഇനി നിലവില് ഇപ്പൊ 6 മാസം ആയതേ ഉള്ളൂ. 13 ജില്ലകളിലുമായിട്ട് 332 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. 6 മാസം ആയതേ ഉള്ളൂ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, 6 മാസം ആയതേ ഉള്ളൂ. ഇനിയും ഒരു ഏകദേശം 2-2.5 വർഷം ലിസ്റ്റിന് കാലാവധിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എന്തായാലും 332 പേർക്കാണ് നിലവിലെ നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. കാരണം കാട് അവിടെയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് അവിടെയാണ്, ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോകുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇടുക്കി, വയനാട്, അതേപോലെ എറണാകുളം പോലുള്ള ജില്ലകളിലായിരിക്കും പൊതുവെ അഡ്വൈസുകൾ കൂടുതൽ പോകുന്നത്. അത് യാഥാർത്ഥ്യതയാണ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ഇപ്പം പറഞ്ഞു തരാം. ഇത്തവണ നമുക്ക് നിലവിലെ ഏറ്റവും കുറവ് അഡ്വൈസുകൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ആകെ 4 അഡ്വൈസുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വനത്തിന്റെ എക്സ്പാൻഷൻ അനുസരിച്ചാണ് നമുക്ക് വേക്കൻസികൾ കിട്ടുന്നത്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാല്, അതായത് വനം സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക, വനസമ്പത്ത് സംരക്ഷിക്കുക, ഇതൊക്കെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ട് ആ ഒരു ജോലിയോട് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ കാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു +2 യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥിക്ക് നിലവിലെ എത്തിച്ചേരാൻ സാധിക്കുന്ന നല്ലൊരു തസ്തികയാണ് എഴുതി പഠിക്കുക, നേടിയെടുക്കുക ജോലി എന്നുള്ളതാണ് യാഥാർത്ഥ്യത. നിലവിലെ കോട്ടയം ജില്ലയിൽ ആകെ 4 അഡ്വൈസുകൾ മാത്രമേ നിലവിൽ പോയിട്ടുള്ളൂ. 6 മാസം ആയതേ ഉള്ളൂ. ഇനി മറ്റ് ജില്ലകളിലെ തിരുവനന്തപുരം ജില്ലയിലെ 24 അഡ്വൈസ് പോയിട്ടുണ്ട്. കൊല്ലമാണെങ്കിൽ 22 പോയിട്ടുള്ളൂ. പത്തനംതിട്ട 39 അഡ്വൈസ് പോയി. നിലവിൽ 6 മാസം ആയതേ ഉള്ളൂ. എറണാകുളം ജില്ലയിലെ 32 അഡ്വൈസ് പോയി. തൃശ്ശൂർ 31, പാലക്കാട് 30. ഒരു ശരാശരി 30+ അഡ്വൈസുകൾ 6 മാസം കൊണ്ട് പത്തനംതിട്ട ജില്ലയിലും എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ പോയിട്ടുണ്ട്. മലപ്പുറം,
അതേപോലെ കോഴിക്കോട് ജില്ലകളിലെ 20 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. വയനാട് നിലവിൽ 18 ഉള്ളെങ്കിലും കയറി പൊക്കോളും കേട്ടോ. ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോകുന്ന ഇടുക്കി, വയനാട്, അതേപോലെ എറണാകുളം, തൃശ്ശൂർ പോലുള്ള ജില്ലകളിലെ കാട് അല്ലെങ്കിൽ വനം കൂടുതലുള്ളത് കൊണ്ട് അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്നത്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഏത് ജില്ല ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറഞ്ഞു തരാം. നിലവിലെ 13 ബാക്കിയുള്ള 2 ജില്ലകളുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 2 ജില്ലകളുടെ ബാക്കിയുള്ള 10 ജില്ലകളിലേക്കുള്ള നിലവിലെ 6 മാസം കൊണ്ട് പോയിരിക്കുന്ന അഡ്വൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, നിലവിലെ 300-ലധികം അഡ്വൈസുകൾ 6 മാസം കൊണ്ട് പോയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. നെഗറ്റീവ് പറയാൻ 100 പേരുണ്ടാവും. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു റാങ്ക് ലിസ്റ്റിലെ ഒരു 500 പേരെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 500 പേർക്ക് ഒരിക്കലും നിയമനം കിട്ടത്തില്ല. അത് ഒരിക്കലും സാധ്യമല്ല. നിങ്ങളൊരു 50-നകത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നിയമനം കിട്ടും. അപ്പൊ അവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക, റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരെത്തിക്കുകയാണെങ്കിൽ ജോലി കിട്ടും. അല്ലാതെ റാങ്ക് ലിസ്റ്റിനകത്ത് കിടക്കുന്ന എല്ലാ ആൾക്കാർക്കും ജോലി ഒരിക്കലും കൊടുക്കത്തില്ല. അത് എവിടെയാണ് നടക്കുന്നത്? അയ്യോ, ആ റാങ്ക് ലിസ്റ്റിനകത്ത് പെട്ട ഇത്ര പേർക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല, പിന്നെ എന്തിനാ പഠിക്കുന്നൊക്കെ ആൾക്കാർ പറയാം. അതിനൊന്നും കാര്യമില്ല. അവരുടെ പേര് ഈ 337 എന്നുള്ളത് അവന്റെ പേര് 5ാമത്തെ റാങ്ക് ആയിരുന്നെങ്കിൽ അവന് ജോലി കിട്ടത്തില്ലായിരുന്നോ? അല്ലെങ്കിൽ ഈ കരയുന്ന 885ാമത്തെ റാങ്കിൽ കിടക്കുന്ന ഈ ചങ്ങാതിക്ക് ഒരു 28ഓ 29ഓ ആയിരുന്നെങ്കിൽ ജോലി കിട്ടത്തില്ലായിരുന്നോ? അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ പേർക്ക് ഒരിക്കലും ജോലി കിട്ടത്തില്ല. ചിലപ്പോൾ ഒരു 30% പേര്, അത് തസ്തികയുടെ സ്വഭാവം അനുസരിച്ചാണ്. ചിലപ്പോൾ 5% പേർക്ക് നിയമനം കൊടുക്കത്തുള്ളൂ. അതോടുകൂടി ആ ഒരു റാങ്ക് ലിസ്റ്റിന് ഒരു കാലാവധി ഉണ്ട്. ചില റാങ്ക് ലിസ്റ്റിന് 1 വർഷത്തെ കാലാവധി ആയിരിക്കും, ചിലതിന് 3 വർഷത്തെ കാലാവധി ആയിരിക്കും. ആ 3 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. അത് നമ്മുടെ നിയമമാണ് അങ്ങനെ. അതിനകത്ത് അല്ലാതെ ആ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിനകത്ത് മുഴുവൻ പേർക്കും ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന പരിപാടിയല്ല. അപ്പൊ അതുകൊണ്ട് കരയുന്നവർ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. കാരണം നിങ്ങളുടെ ഭാവിയാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരിക്കലും അഡ്വൈസ് ചോദിക്കരുത്. ജോലി കിട്ടിപ്പോയ ആൾക്കാരെ അഡ്വൈസ് ചോദിക്കുക. അവർ പറഞ്ഞു തരും നിങ്ങൾ എങ്ങനെയാണ് പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ +2 യോഗ്യത ഉണ്ടെന്ന് കരുതുക. ഇനി നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കണേ. നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 168 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 160 സെന്റിമീറ്ററിന്റെ ഹൈറ്റ് മാത്രം മതി. അതേപോലെ അതൊരു ഫിസിക്കൽ മെഷർമെന്റിനകത്ത് വരുന്ന സംഭവമാണ്. രണ്ടാമതാണ് ചെസ്റ്റ് എക്സ്പാൻഷൻ വരുന്നത്. നോർമലായിട്ട് 81 സെന്റിമീറ്റർ ചെസ്റ്റ് അവിടെ അളക്കുമ്പോൾ വരണം. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ശ്വാസം വലിച്ച് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 81ഉം 5ഉം 86 സെന്റിമീറ്റർ മൊത്തത്തിൽ അവിടെ നിങ്ങൾക്ക് അവിടെ മെഷർമെന്റിൽ കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഔട്ടായി പോകും. ഇത് SC ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെയും നിങ്ങൾക്ക് ഒരു 5 സെന്റിമീറ്ററിന്റെ ഇളവ് അവിടെ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫീമെയിൽ പെൺകുട്ടികൾക്ക് ഹൈറ്റിലെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവർക്ക് 157 സെന്റിമീറ്റർ ഹൈറ്റ് മതി. SC ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 150 സെന്റിമീറ്റർ. അവർക്ക് ആകെ ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ മെഷർമെന്റിനകത്ത് അവരെ ഹൈറ്റ് അളക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് 157 സെന്റിമീറ്റർ ജനറൽ, അതേപോലെ OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 157 സെന്റിമീറ്റർ ഹൈറ്റും SC ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 150 സെന്റിമീറ്റർ ഹൈറ്റുമാണ് വേണ്ടത്. അത് മാത്രം ഒന്ന് ഫുൾഫിൽ ആയാൽ മതി എന്നുള്ളതാണ് ഫിസിക്കൽ മെഷർമെന്റ്. അപ്പൊ നിങ്ങൾക്ക് +2 യോഗ്യതയുണ്ട്, നിങ്ങൾക്ക് 168 സെന്റിമീറ്റർ ഹൈറ്റ് അല്ലെങ്കിൽ 157 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യത. ഇനി അടുത്തത്, മകളെ, നിങ്ങൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ +2 ജയിച്ചു, നിങ്ങൾക്ക് ഇത്രയും ഹൈറ്റും ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം ഇന്ന് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. സോ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്താണ്? ഒരു റിട്ടൺ എക്സാം ആണ് എഴുതാൻ പോകുന്നത്. ഏത്? 100 മാർക്കിന്റെ ഒരു OMR പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ആ 100 മാർക്കിന്റെ ഒരു OMR പരീക്ഷ മാത്രമേ ഉള്ളൂ. പ്രിലിംസ് ഇല്ല, ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ, മെയിൻസിന്റെ പരീക്ഷ മാത്രമേ ഉള്ളൂ. സിലബസ് നോക്കിക്കേ. സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്ക്, അതായത് വനവുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ മതി, 20 മാർക്കുണ്ട്. അതേപോലെ മലയാളം 10 മാർക്കുണ്ട്, ഇംഗ്ലീഷ് 10 മാർക്ക്, അതേപോലെ കണക്ക് 10 മാർക്കുണ്ട്, കറണ്ട് അഫേഴ്സ് 10 മാർക്കുണ്ട്, കലാകായികം സാഹിത്യം 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതേപോലെ നമ്മുടെ സയൻസ് വിഷയങ്ങൾ ബയോളജി,
കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം കൂടെ ചേർത്തിട്ട് മൊത്തത്തിലെ 4, 3, 7, 3, 10 മാർക്ക്. അതായത് സയൻസ് മൊത്തത്തിൽ നിങ്ങൾക്ക് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കേരളം ഭരണ സംവിധാനം 3 മാർക്കിന്റെ ചോദ്യങ്ങളും അതേപോലെ ഭരണഘടന 8 മാർക്കിന്റെ ചോദ്യങ്ങളും പിന്നെ വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഇത് 3ഉം 5-5 മാർക്കിന്റെ ചോദ്യങ്ങൾ. അങ്ങനെ അവിടെ 15 മാർക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു 100 മാർക്കിന്റെ OMR പരീക്ഷയാണ് നിങ്ങൾ എഴുതുവാൻ പോകുന്നത്. ഇത് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിച്ചു എന്ന് കരുതുക. നിങ്ങൾ +2 യോഗ്യത ഉള്ളവരാണ്, ഹൈറ്റും ഉണ്ട്, നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ പരീക്ഷയും എഴുതി എന്ന് കരുതുക. നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾ വിജയിച്ചു, ആ കട്ട് ഓഫും ക്ലിയർ ചെയ്തുകൊണ്ട്. കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. അവർ പറയുന്ന കട്ട് ഓഫ് എത്ര ആണോ അതിനേക്കാൾ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എന്തിനു വിളിക്കുന്നു? നിങ്ങളെ ഫിസിക്കൽ മെഷർമെന്റിന് വിളിച്ചു. അവിടെ നിങ്ങൾ ഓൾറെഡി ക്വാളിഫൈഡ് ആയല്ലോ, നീളത്തിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അവിടെ നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ അടുത്തതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. മൊത്തത്തിലെ ആൺകുട്ടികൾക്ക് 8 ഐറ്റംസ് ആണ് ഉള്ളത്. അതിലെ 5 എണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കിട്ടണം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓട്ടം വരുന്നത് 14 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ കംപ്ലീറ്റ് ചെയ്യണം. ഹൈ ജമ്പ് 132.2 സെന്റിമീറ്റർ ആണ്. ഇത് നമ്മൾ ഫിസിക്കൽ മാത്രമായിട്ട് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇത് സാധാരണ നമ്മുടെ പോലീസിന്റെ ഫിസിക്കൽ തന്നെയാണ്. ഷോർട്ട് പുട്ട് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, ക്രിക്കറ്റ് ബോൾ എറിയുന്നതുണ്ട്, റോപ്പ് ക്ലൈംബിംഗ് ഉണ്ട്, ഹാൻഡ് മാത്രം കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു മരത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന റോപ്പ് കയറിയിട്ട് അതുപോലെ താഴേക്ക് ഇറങ്ങുക എന്നുള്ളവരുണ്ട്. പിന്നെ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് 8 എണ്ണം അടിക്കണം. അതേപോലെ 1500 മീറ്ററിന്റെ ഓട്ടം ഉണ്ട്. 1500 മീറ്ററിന്റെ ഓട്ടം 5 മിനിറ്റും 44 സെക്കൻഡും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഇത് ആൺകുട്ടികളുടെ ഫിസിക്കലിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് നിങ്ങൾ ക്ലിയർ ചെയ്തെന്ന് കരുതുക. 8 എണ്ണത്തിലെ 5 എണ്ണം നിങ്ങൾ ക്ലിയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പോലീസ് ആണെങ്കിൽ പരിപാടി അവസാനിച്ചു. പക്ഷേ ബീറ്റിന്റെ പ്രത്യേകത അല്ലെങ്കിൽ IRB പോസ്റ്റ് ഉണ്ടല്ലോ, IRB പോലീസ്, അതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട്. എൻഡ്യൂറൻസ് എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിക്കോണേ, 2 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ട് ഓടി തീർക്കുക എന്നുള്ളതാണ്. മിനിമം 13 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം? ആ ഒരു 2 കിലോമീറ്റർ ഓട്ടം ഓടി തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എൻഡ്യൂറൻസ് ടെസ്റ്റ്. അപ്പോ ഫിസിക്കൽ മാത്രമല്ല, ഫിസിക്കൽ മെഷർമെന്റ് ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, എൻഡ്യൂറൻസും ഉണ്ട്. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞു, നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നു, അവിടെയാണ് നമ്മൾ ഉണ്ടാവുന്നത്. അപ്പോൾ പെൺകുട്ടികളുടെ കാര്യം കൂടെ പറഞ്ഞേക്കാം. പെൺകുട്ടികൾക്ക് 9 ഐറ്റംസ് ആണുള്ളത്. അതിലെ 5 എണ്ണം ക്ലിയർ ചെയ്യണം. അത് 100 മീറ്റർ ഓട്ടം ഉണ്ട്, ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഉണ്ട്, ഷോർട്ട് പുട്ട് ഉണ്ട്, 200 മീറ്ററിന്റെ ഓട്ടം ഉണ്ട്, പെൺകുട്ടികൾക്ക് എക്സ്ട്രാ വരുന്നതാണ്. ക്രിക്കറ്റ് ബോൾ എറിയുന്ന ഒരെണ്ണം ഉണ്ട്. അതായത് 1400 സെന്റിമീറ്റർ ആണ് അവരത് എറിഞ്ഞു മാറേണ്ടത്. അതായത് 14 മീറ്റർ എറിഞ്ഞു മാറണം. അതേപോലെ ഷട്ടിൽ റേസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അത് പെൺകുട്ടികൾക്ക് മാത്രം ഉള്ളതാണ്. പിന്നെ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് 8 എണ്ണം അടിക്കണം. സ്കിപ്പിംഗ് 1 മിനിറ്റിനുള്ളിൽ 80 എണ്ണം അടിക്കണം. നിങ്ങൾ ഈ 9 എണ്ണത്തിലെ ഏതെങ്കിലും 5 എണ്ണം ക്ലിയർ ചെയ്താൽ മതി. അതും ക്ലിയർ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അടുത്ത എന്താണ്? എൻഡ്യൂറൻസ് ടെസ്റ്റ്. എൻഡ്യൂറൻസ് അവർക്ക് എത്ര ആയിരുന്നു? ആൺകുട്ടികൾക്ക് 2 കിലോമീറ്റർ ഓട്ടം 13 മിനിറ്റ് കൊണ്ടാണെങ്കിൽ പെൺകുട്ടികൾക്ക് 2 കിലോമീറ്റർ ഓട്ടം 15 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇതാണ് നിങ്ങളുടെ എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം. അത് കുഴപ്പമുണ്ടാവത്തില്ലായിരിക്കും, സ്വാഭാവികമായിട്ടും 6/6 ആണ് രണ്ടും പറയുന്നത്. കണ്ണിന് ക്ലിയർ ആയിരിക്കണം, ഇയറും കണ്ണും പക്ക ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒന്നും വരാൻ പാടില്ല, കളർ വിഷൻ ഒക്കെ നോർമൽ ആയിരിക്കണം. പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ നിങ്ങൾ അവസാന ഘട്ടം നിങ്ങൾ ഫ്ലോപ്പ് ആവും, മീൻസ് ഔട്ടായി പോവും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതൊന്നും വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സംഭവങ്ങളാണ്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷ എന്തായാലും 2025 വിളിക്കും. 2026 അതിന്റെ ഈ പറയുന്ന റിട്ടേൺ എക്സാം, അതിനുശേഷം ഘട്ടമായിട്ട് ഫിസിക്കൽ മെഷർമെന്റ്, ഫിസിക്കൽ എഫിഷ്യൻസി, എൻഡ്യൂറൻസ് ഒക്കെ നടക്കാൻ ഒരുപാട് സമയം എടുക്കൂടാ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതൊരു വലിയൊരു പ്രോസസ്സാണ്, മറ്റുള്ള തസ്തികകളെ പോലല്ല. അതും കഴിഞ്ഞ് 2027 അവസാനം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു. അതിനകത്തേക്ക് നിങ്ങളുടെ പേരെത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ
ഒരു പോസ്റ്റ് വരുമ്പോൾ 2027 അല്ലെങ്കിൽ 2026 പരീക്ഷ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് പോത്തേ ഉള്ളൂ. അതുകൊണ്ട് 2 വർഷത്തിന് ശേഷമുള്ള ഒരു തസ്തിക അല്ലെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്? അത് നിങ്ങൾ ഇനി 1.5 വർഷം കഴിഞ്ഞ് പഠിച്ചാൽ മതിയോ? നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അങ്ങനെ ആയിരിക്കരുത്. ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എന്നാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നറിയണം, എങ്ങനെയാണ് അതിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നറിയണം, റാങ്ക് ലിസ്റ്റ് എന്ന് നിലവിൽ വരും എന്നറിയണം, നിങ്ങൾ എന്ന് പഠിച്ചു തുടങ്ങണം എന്നുകൂടി നിങ്ങൾ വ്യക്തമായ ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടാകണം. നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു പുതിയ ബാച്ച് നമ്മൾ തുടങ്ങാൻ പോവാണ്. സോ വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലെ പരമാവധി ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു നീണ്ടു നിൽക്കുന്ന വലിയൊരു മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് ചെറിയ ചെറിയ ചുവടുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഉദ്യമത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. കൂടെ നിൽക്കുക. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. കൃത്യമായിട്ട് ഓരോ ദിവസവും മെന്റർ പറയും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഒരു എൻറ്റയർ സിലബസിന്റെ 20% കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു വലിയൊരു ദൗത്യം നിങ്ങൾ പതിയെ 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 മൂവ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് റിവിഷൻ നടത്തി മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ നിങ്ങൾ ഏത് ജില്ലയാണോ വെക്കുന്നത് ആ ജില്ലയിലെ ആദ്യത്തെ 50-നകത്തേക്ക് നിങ്ങളുടെ പേരുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഒരുപാടുണ്ട് പഠിക്കാന്, സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ കുറെ ഉണ്ട് പഠിക്കാന്. ഇനി നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മളിങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തോണ്ടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവത്തില്ല. സോ നന്നായിട്ട് പഠിക്കണം. സോ നിങ്ങളെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്രയും കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒന്നാമതെത്താം.